ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത 304-ലും 305-ലും നാഗിയെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇപ്പൊ നിങ്ങൾ കഴിയുന്നുണ്ടാവും ഇനിയിപ്പോ ഇങ്ങനെ നാഗി ഇങ്ങനെ കംബാക്ക് ഒക്കെ ആയിരിക്കും കുനിഗാമിയുടെ പോലെ. ഇതിന് നാഗി എവിടെയെങ്കിലും പോണ്ടേ? 306 ചാപ്റ്ററിൽ മൊത്തം നാഗിയെ കാണിക്കുന്നത്. നാഗി നിറഞ്ഞു നിൽക്കുക ചാപ്റ്റേഴ്സ് മൊത്തം. അപ്പൊ എങ്ങനെയാ കംബാക്ക് ആവുക? അപ്പൊ ഒരു റീ എൻട്രി ഒക്കെ ആയിരിക്കും നാഗിയുടെ മിക്കവാറും ഉണ്ടാവാൻ പോവുക. ഒരു കംബാക്ക് എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ കുനിഗാമിയെ പോലെ കാണാണ്ടായിട്ട് പിന്നെ പെട്ടെന്ന് വരുന്നതല്ലേ. ഇത് അങ്ങനെയൊന്നും ആവത്തില്ല. ഇത് അവന്റെ കഥയും കൂടെ തന്നെ കാണിച്ചിട്ട് അവൻ എങ്ങനെയാണ് വീണ്ടും ബ്ലൂ ലോക്കിൽ എത്തുന്നതെന്നുള്ളതായിരിക്കും കാണിക്കാൻ പോവുക. സോ നമ്മൾ ഇന്ന് ചാപ്റ്റർ 306 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ഇമോഷണൽ ആണ് ചാപ്റ്റർ. നമുക്ക് നാഗിയുടെ കുറെ കാര്യങ്ങളൊക്കെ കാണിക്കും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് കീപ് വാച്ചിങ്. സോ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സും ഇച്ചിരി ഫൺ മോഡലായി പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ ചാപ്റ്റർ ഭയങ്കര, അതായത് ഇമോഷണലി ഹുക്ക് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ആണ്. കാരണം നമുക്ക് വീണ്ടും ഇവിടെ നാഗിയെ കാണിക്കാൻ തുടങ്ങും. അതിന്റെ നാഗിയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അവന്റെ ടേബിളിൽ ഇരുന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആസ് ഓൾവേസ് അവന്റെ അടുത്ത് ആരും സംസാരിക്കുന്നുണ്ടാവില്ല, ആരുടെ അടുത്ത് ആരും ഇൻട്രസ്റ്റഡ് ആയിരിക്കത്തില്ല. കാരണം ബ്ലൂ ലോക്ക് എന്ന് വന്ന ടൈമിൽ എല്ലാവരും അവന്റെ അടുത്തേക്ക് വന്നെങ്കിൽ പോലും അവൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് ഇനി ആ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ട് ആരും വരരുതെന്ന്. അതുകൊണ്ട് തന്നെ അവന്റെ അടുത്തേക്ക് ആരും വരുന്നുണ്ടാവില്ല. ആകെ വന്നിരുന്നത് റിയോ ആണ്. റിയോ ഇപ്പൊ ഇല്ലേനും. സോ അവന്റെ അടുത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ ബെഞ്ചിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഇതിനുശേഷം നമുക്ക് നാഗിയുടെ ഡെയിലി റൊട്ടീൻ കാണിക്കും. ഡെയിലി റൊട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേക്കും, സ്കൂളിൽ പോകും, തിരിച്ചു വരും. ഇതിലൊന്നും ശ്രദ്ധിക്കില്ല, പഠിത്തത്തിലൊന്നും ശ്രദ്ധിക്കില്ല. ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഗെയിമിങ്ങിൽ പോലും ശ്രദ്ധിക്കാണ്ട് അവൻ ബെഞ്ചിലിരിക്കും, വീണ്ടും റൂമിലോട്ട് പോകും, കിടന്നുറങ്ങും, തിരിച്ചു വരും. ഇങ്ങനെ ഒരു ലൂപ്പിൽ പെട്ടിരിക്കുകയാണ്. അല്ല, ഇങ്ങനെ ഒരു ലൂപ്പിൽ പെട്ടുപോയതുകൊണ്ട് തന്നെ അവന് പേടിയാവാൻ തുടങ്ങും. കാരണം ഇങ്ങനെയുള്ള ഒരു ലൈഫിൽ തന്നെ അവൻ മരിച്ചു പോകും, അത് ഒന്നും എക്സൈറ്റിംഗ് ആവാണ്ട് നടക്കാണ്ട് തന്നെ അവൻ മരിച്ചു എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് അവൻ പേടിച്ചുകൊണ്ടിരിക്കും. ബ്ലൂ ലോക്കിൽ അവൻ ഫയറപ്പ് ആയിരുന്ന പോലെ ഇനി ഒരിക്കലും അവന്റെ ലൈഫിൽ അവൻ ഫയറപ്പ് ആവത്തില്ലേ? ആ കാര്യങ്ങളെല്ലാം അങ്ങനെ ആലോചിച്ചിട്ട് ഭയങ്കര ഡിപ്രഷനിലോട്ട് പോയിരിക്കായിരിക്കും. ആൻഡ് ഇപ്പോഴുള്ള ഈ ലൈഫിനെ അവൻ ഭയങ്കരമായിട്ട് ഹെയ്റ്റ് ചെയ്തിട്ട് എങ്ങനെയും ബ്ലൂ ലോക്കിൽ പോകണം എന്നുള്ള ചിന്തയായിരിക്കും. ആൻഡ് ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയ നാഗി എന്താ ചെയ്യാന്ന് അറിയോ? നാഗി നേരെ പോയിട്ട് ബ്ലൂ ലോക്കിന്റെ ബിൽഡിങ്ങിന്റെ മുന്നിൽ പോയിട്ട് നിൽക്കും. ആൻഡ് അവിടെ നിന്നിട്ട് ഗേറ്റിനെ അടിച്ചിട്ട് പറയാൻ തുടങ്ങും എന്നെ ഉള്ളിലോട്ട് വിടുന്നു. ആൻഡ് ഒബ്വിയസ്ലി ആരും വരില്ല അവനെ ഉള്ളിലോട്ട് വിളിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇങ്ങനെ ആരും വരാത്തോണ്ട് നാഗി എന്താ ചെയ്യാന്ന് അറിയോ? അവൻ വീണ്ടും അവന്റെ വീട്ടിലോട്ട് പോകും. വീട്ടിലോട്ട് പോയിട്ട് അതായത് ഉടുക്കാനുള്ള ഡ്രസ്സ്, ഭക്ഷണം അതെല്ലാം എടുത്തോണ്ട് വന്നിട്ട് ബ്ലൂ ലോക്കിന്റെ മുന്നിൽ ക്യാമ്പ് ചെയ്യും. അതെ, അവൻ ബ്ലൂ ലോക്കിന്റെ മുന്നിൽ തന്നെ ഒരു ടെന്റ് അടിച്ചിട്ട് അവിടെ ഇരിക്കും. എന്താ സമരോ ആ ഒരു ലെവലിൽ അവൻ ക്യാമ്പ് അടിച്ചിരിക്കും. ആ ടെന്റിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കുറച്ചു നേരം അവൻ ഫുഡ് ഉണ്ടാക്കും, പിന്നെ കുറച്ചു നേരം അവൻ ഗെയിം കളിക്കും, പിന്നെ കുറച്ചു നേരം ഗേറ്റിന് പോയി മുട്ടി വിളിച്ചുകൊണ്ടിരിക്കും. അവന്റെ ബോൾ എടുത്തിട്ട് ഗേറ്റിന് എറിഞ്ഞുകൊണ്ടിരിക്കും. അവൻ അവിടെ നല്ലൊരു വിളിച്ചുകൊണ്ട് പറയും എന്നെ ഒരു ചാൻസും കൂടി തരണം, ഞാൻ ഇനി എന്നെ എന്തായാലും പ്രൂവ് ചെയ്യാന്നുള്ള കാര്യം ഒരു ചാൻസും കൂടി തരണം എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇതിന്റെ റിസൾട്ട് ആയിട്ട് ഒന്നും ഉണ്ടാവുന്നില്ല, അവിടുന്ന് ആരും വരത്തില്ല. അതുകൊണ്ട് തന്നെ നാഗി അവന്റെ ഫോൺ എടുത്തിട്ട് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഉള്ളിലുള്ള 2 പേരേ ഉള്ളൂ, ഒന്ന് ആൻഡ്രിച്ചാനും രണ്ടാമത്തത് നമ്മുടെ ഈഗോയും. സോ ഇവരുടെ 2 പേരുടെയും കോണ്ടാക്ട്സ് അവന്റെ കയ്യിലില്ല. സോ അവൻ ബാക്കിയുള്ള, അതായത് അവന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, റിയോ, ഇസാഗി, റിന്, ഇവരൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ആൻഡ് അവൻ റിയോനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സം കൈൻഡ് ഓഫ് ഒരു ബ്ലോക്ക് ആയിരിക്കും അത്. ഇതെങ്ങനെയാണ് ഈ ബ്ലോക്ക് ആയെന്ന് അറിയത്തില്ല. മേ ബി ഈ ബ്ലൂ ലോക്ക് എന്നുള്ളവര് ചെയ്തു വെച്ചതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ റിയോ തന്നെ അവന്റെ ഫോണിൽ നാഗിയെ ബ്ലോക്ക് ചെയ്ത് വെച്ചതായിരിക്കും. ഇനി മുന്നോട്ട് ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്നുള്ള ലെവലിൽ റിയോ തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവന് ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇൻഫാക്ട് റിയോന്റെ ഫോണിൽ നിന്ന് പോലും ഇവൻ ബ്ലോക്ക്ഡ് ആയിരിക്കും. ബാക്കിയുള്ള പ്ലേയേഴ്സ് ഒന്നും ഇപ്പൊ ബ്ലൂ ലോക്ക് അതിന്റെ ഉള്ളിലല്ലല്ലോ. ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാവരും അവരുടെ 2 വീക്കിന്റെ വെക്കേഷൻ വേണ്ടി പുറത്താണ്. ഈ കാര്യം നാഗിക്ക് അറിയോ എന്നുള്ള കാര്യം എനിക്ക് വല്ലാണ്ട് ഷുവർ ഇല്ല. സോ അവൻ ഓരോരുത്തരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. ഈവൻ റിയോന്റെ അക്കൗണ്ട് പോലും ബ്ലോക്ക് ചെയ്ത് വെച്ചായിരിക്കും. സോ അതും നടക്കത്തില്ല അവന്. ആൻഡ് ഇങ്ങനെ റിയോയെ വീണ്ടും കോണ്ടാക്ട് ചെയ്യുന്ന കാര്യം നാഗിക്ക് ആലോചിച്ചിട്ട് നാഗിക്ക് വീണ്ടും അവന്റെ അടുത്ത് തന്നെ ദേഷ്യം വന്നു തുടങ്ങും. കാരണം വീണ്ടും അവൻ റിയോനെ ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കുകയാണ്. സോ ആ കാര്യം ആലോചിച്ചിട്ട് നാഗിക്ക് വീണ്ടും അവന്റെ അടുത്ത് തന്നെ ദേഷ്യം വന്നുകൊണ്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ നാഗി കുറച്ചു നേരം അവന്റെ ഫോൺ മാറ്റി വെക്കും. ഇനി ആരും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ട എന്നുള്ള ലെവലില് ഫോൺ മാറ്റി വെക്കും. കുറച്ചു നേരത്തിന് ശേഷം വീണ്ടും അവന്റെ ഫോൺ എടുക്കും, റിയോയെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നോക്കും. കാരണം അത്രയും ഡെസ്പറേറ്റ് ആണ് നാഗി ബ്ലൂ ലോക്കിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഇവൻ തോ നാഗിക്ക് ഒരു ഹോപ്പും ഇല്ല ബ്ലൂ ലോക്കിൽ തിരിച്ചു പോകുന്നുള്ള കാര്യം ആലോചിച്ചിട്ട്. പക്ഷെ അവന് എന്തൊക്കെ ഐഡിയ ആണോ എങ്ങനെയൊക്കെ ചെയ്താൽ തിരിച്ചു പോവാന്നുള്ള കാര്യം അവൻ അതെല്ലാം ചെയ്തു നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ റിയോനെ വരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ആൻഡ് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ലോക്കിൽ ഫസ്റ്റ് ടൈം എൻ്റർ ആവുമ്പോൾ നാഗി അവിടുന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഓടാൻ വേണ്ടി നിൽക്കുകയായിരിക്കും. റിയോ ആയിരിക്കും അവനെ പിടിച്ചു നിർത്തിയിട്ടുണ്ടാവുക. ഇപ്പൊ അവൻ തിരിച്ചു വരാൻ വേണ്ടി നോക്കുന്നു, ആരുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ മൊത്തം ലൈഫ് ഉൾട്ടായി പോയൊരവസ്ഥയായി പോയി. എല്ലാവരുടെ ലൈഫിലുണ്ടോ ഇങ്ങനെ കിട്ടുമ്പോൾ അതിന് വലിയ വില ഒന്നും ഉണ്ടാവില്ല. അത് പോയി കഴിയുമ്പോഴായിരിക്കും അതിന്റെ വില എന്താന്ന് മനസ്സിലാവുന്നത്. എനിക്കൊക്കെ ഒരുപാടുണ്ട് അങ്ങനെ. ആദ്യം നാഗി ഭയങ്കര ശാന്തമായിട്ടൊരു ലൈഫായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ബ്ലൂ ലോക്കിലോട്ട് കൊണ്ടുവന്നു. പിന്നെ ഇപ്പൊ അവൻ ഭയങ്കര ശാന്തമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവന് ബ്ലൂ ലോക്കിലോട്ട് പോകാൻ പറ്റുന്നില്ല.
ഇങ്ങനെ അവൻ ഇതും ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അവിടെ വേറൊരാളുടെ എൻട്രി ഉണ്ടാവുക. അവിടെ ഒരു വോയിസ് ഓവർ പോലെ അസിസ്റ്റന്റ് മാഡൊന്നും എൻട്രി ചാണെന്നെങ്കിൽ വിളിക്കുന്നില്ല, നായിന്റെ മോളെന്ന് വിളിക്കാം. ആൻഡ് ഇവൾ നാഗയുടെ അടുത്ത് പറയും ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ട്രസ് പാസിംഗും അനുവദിക്കുന്നതല്ല, സോ ഇവിടുന്ന് പോണ അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുന്നു പറയും. നമ്മുടെ ആൻഡ്രി ചാൻ ഇങ്ങനെ പറയുന്ന ആരെങ്കിലും വിചാരിച്ചോ? അതെ, നമ്മുടെ ആൻഡ്രി ചാൻ ഇങ്ങനെ പറയും മക്കളെ. മേ ബി ഈഗോയുടെ പ്രഷറായിരിക്കും. ഇത് കാമായിട്ടൊന്നുമല്ല പറയുന്നത്, ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് ഇവളത് പറയുന്നത്. ആൻഡ് ഇത് കേട്ടിട്ട് നാഗിയും ഭയങ്കരമായിട്ട് ഷോക്കാവും. ആൻഡ് ഇതിനുശേഷം വീണ്ടും ആൻഡ്രി അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പറയും യു ആർ നോ ലോങ്ങർ ഇൻ ബ്ലൂ ലോക്ക്, അതായത് ബ്ലൂ ലോക്കിൽ നീ ഇപ്പൊ ഇല്ല, സോ അതുകൊണ്ട് തന്നെ ഇനി ബ്ലൂ ലോക്ക് ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലാന്ന് ആൻഡ്രി പറയും. ആൻഡ് ഇതെല്ലാം കേട്ടിട്ട് നാഗി ആദ്യം ഒന്ന് സങ്കടപ്പെടും, പക്ഷെ ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്യാം. കാരണം ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്നുള്ള കാര്യം ആലോചിച്ചിട്ട് അവൻ അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അവൻ ഈ അക്സെപ്റ്റ് ചെയ്യുന്നത് അവൻ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നു, ഡിസ്പ്രഷനിലാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി ആലോചിച്ചിട്ട് അവൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അവനൊരു ടെന്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ടെന്റിലുണ്ടാകുന്ന സാധനങ്ങളെല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വീശി എറിയാൻ തുടങ്ങും. കാരണം ഇപ്പൊ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം പണ്ട് ഭയങ്കര ലെയിമായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒരാൾക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത്, ഒരു കാര്യത്തിന് വേണ്ടി ഇത്രയും ഡെസ്പറേറ്റ് ആവുന്നത്, ഇങ്ങനെയൊന്നും പണ്ട് ആകെ ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇതെല്ലാം കൂടി വന്നപ്പോ അവൻ കയ്യിൽ നിന്ന് പോയിട്ട് അവൻ ആകെ അൺകൺട്രോളായി പോകും. എന്റെ നാഗി വീണ്ടും ഫോൺ എടുത്ത് റിയോനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കും. ആൻഡ് അതും നടക്കത്തില്ല, കാരണം ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ അത് വീണ്ടും നടക്കത്തില്ല. ആൻഡ് ഇവനാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്ലേയേഴ്സും, ഐ മീൻ എല്ലാ ഫ്രണ്ട്സും ഇപ്പൊ മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ബ്ലൂ ലോക്കിലാണെന്നുണ്ടെങ്കിലും സ്വന്തം ലൈഫിലാണെന്നുണ്ടെങ്കിലും. പക്ഷെ ഇവന്റെ ലൈഫിലെ ലൂപ്പിൽ വിട്ടുകൊണ്ടിരിക്കുക. അവന് ബ്ലൂ ലോക്കിൽ നിന്ന് വന്നതിന് ശേഷം ഇപ്പോഴും ബ്ലൂ ലോക്കിൽ നിന്ന് പോകുന്ന ആ സിറ്റുവേഷനിൽ തന്നെയാണ്. അതൊന്നും മുന്നോട്ടും പോയിട്ടില്ല, പിന്നോട്ടും വന്നിട്ടില്ല. ആ ഒരു ലൂപ്പിൽ തന്നെ പെട്ടുകൊണ്ടിരിക്കുന്ന കാരണം തന്നെ നാഗിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ പ്രാന്തെടുത്ത് നിൽക്കുകയായിരിക്കും. ആൻഡ് ഇങ്ങനെ പ്രാന്തെടുത്തിട്ട് അവൻ നേരെ ബ്ലൂ ലോക്കിന്റെ ഗേറ്റിൽ വന്നിട്ട് ഒരു ഇടി ഇടിക്കും. ആ ഇടി ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും, പക്ഷെ അവനത് ഏൽക്കുന്നുണ്ടാവില്ല. കാരണം അവന്റെ ആവശ്യം ഇപ്പൊ ബ്ലൂ ലോക്കിലൂടെ എത്തിപ്പെടുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ കൈ വേദനിക്കുന്നൊന്നും അവൻ അറിയുന്നുണ്ടാവില്ല. ആൻഡ് ഇതിന് ശേഷമാണ് നമ്മുടെ കിളവന്റെ എൻട്രി. അതെ, ആ ചെയർമാൻ അല്ലേ, മൊത്തം ജാപ്പാനീസ് ടീമിന്റെ ചെയർമാൻ, അയാൾ അങ്ങോട്ട് വരും. ആൻഡ് അയാൾ അങ്ങോട്ട് വന്നതിന് ശേഷമാണ് കഥ മാറാൻ തുടങ്ങുന്നത്. മേ ബി ഇവിടെ നിന്നായിരിക്കും നാഗിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള വഴികളെല്ലാം അയാൾ നോക്കിയിട്ട് എങ്ങനെയൊക്കെ നാഗിയെ തിരിച്ചു കൊണ്ടുവരുന്നത്. സോ ഇയാൾ അങ്ങോട്ട് വരും. ആൻഡ് ഇയാൾക്കാണെന്നുണ്ടെങ്കിൽ കാശ് എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. ഇപ്പൊ വേൾഡ് കപ്പ് ജപ്പാൻ ജയിച്ചാലും ഇല്ലെങ്കിലും ഇയാൾക്ക് കാശ് കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് ബ്ലൂ ലോക്കിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. പണ്ട് U20 വേഴ്സസ് ബ്ലൂ ലോക്ക് എന്നുള്ള മാച്ച് ഉണ്ടായപ്പോൾ ഇവള് U20 സപ്പോർട്ട് ചെയ്തത്. അതിന്ന് കാശ് കൂടുതൽ വരുന്നുള്ള കാര്യം ആലോചിച്ചിട്ടായിരുന്നു. ആൻഡ് ഇൻഫാക്ട് ഷീഡോനെ വരെ U20 ടീമിലോട്ട് എടുത്ത എല്ലാം കാശ് കിട്ടുന്നുള്ള കാര്യം ആലോചിച്ചിട്ടാണ്. സോ കാശ് കിട്ടുന്ന ഒരു കാര്യങ്ങളും ഇയാൾ ഒഴിവാക്കുന്ന എനിക്ക് തോന്നുന്നു. ഇങ്ങനെ വന്നിട്ട് നാഗിയുടെ ബാക്കിൽ നിൽക്കുന്നിടത്താണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. സോ ഈ ചാപ്റ്ററിന്റെ ബാക്കി നമുക്ക് നാളെ പോസ്റ്റ് ചെയ്യാം. 30 ഇതിപ്പോ 6 അല്ല, സോ 7ഉം 8ഉം നാളെ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. ആൻഡ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. 9 and 10 ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട്. സോ അതും അപ്കമിങ് ഡേയ്സിൽ കവർ ആവും. അപ്പൊ നാളത്തെ വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ഗൈസ്.